പ്രൈസ് ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21:34 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഒരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാപലോകത്തിൽ നിന്നും നമ്മെ വേർതിരിച്ച് ഈ പാപലോകത്തിൽ തന്നെയാണ് നമ്മളെ നമ്മുടെ കർത്താവ് ആക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ അല്പകാലത്തെ ജീവിതം മാത്രമേ ഉള്ളൂ. അത് നിത്യതയിലേക്കുള്ള ഒരു സ്റ്റഡി, ബൈബിളിൽ കൂടി ഒരു സ്റ്റഡി ആണ്, ഒരു കോഴ്സാണ്. ഈ ഭൂമിയിൽ നമ്മൾ പല ജോലിക്ക് വേണ്ടി പല കാര്യത്തിന് വേണ്ടി കോഴ്സ് ചെയ്യുന്നു. അത് ചിലപ്പം ഫെയിലായെങ്കിൽ നമുക്ക് പണമൊക്കെ കൊടുത്ത് ചിലപ്പം ജയിക്കുവാൻ കഴിയും. പക്ഷേ ഈ നിത്യതയിലേക്കുള്ള ഈ കോഴ്സ് അത് നമ്മൾ വിശുദ്ധിയോട് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ജയിച്ച് നിത്യതയിലെത്താൻ സാധിക്കുകയുള്ളൂ. കർത്താവ് വചനം നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതൊക്കെ അന്നൊന്ന് നമുക്ക് തരും. അത് നാളത്തെ ദിവസം നമുക്കുള്ളതല്ലല്ലോ. നാളെ ദൈവം നമുക്ക് കരുണ ചെയ്ത് നമുക്ക് ആയുസ്സ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് നാളത്തെ ദിവസത്തെ പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവപ്പച്ചൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയങ്ങളിൽ ആരുടെയും നിത്യത നഷ്ടപ്പെട്ടു പോകലെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് തന്നത് എന്താണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്, അതിൽ നമ്മൾക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ല എങ്കിൽ നമ്മൾ പല വിഷയത്തിൽ ഭാരപ്പെട്ട് മക്കളില്ലാത്തവർ മക്കൾ ഇല്ലാന്നുമുള്ള ഭാരം, മക്കളുള്ളവരവരുടെ ഭാവിക്ക് വേണ്ടി ഭാരം, വീടില്ലാത്തവർ വീടിന് വേണ്ടിയുള്ള ഭാരം, അങ്ങനെ പല രോഗങ്ങളാലുള്ള ഭാരം, ഈ വിധ ചിന്തകളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്ന് നമ്മുടെ നിത്യതയെ തെറ്റിച്ച് കളയുന്നു. നിത്യതയിലേക്കുള്ള ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുന്നു. ആ കർത്താവിൻ്റെ വരവ് ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ കഴിയുവാണെങ്കിൽ നമുക്ക് നിത്യതയിലെത്താൻ കഴിയത്തില്ല. അത് നനയ്ക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവസാനം മനുഷ്യപുത്രൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പോലും പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ കാലയളവ് ദൈവത്തിൻ്റെ ഓരോ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ വചനം ഓരോന്നും നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവ് ഭൂതലത്തിൽ അനേക കഷ്ടങ്ങളും അനേക ഭയാനകമായ അവസ്ഥയിൽ കൂടിയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി അതിലേറെ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെയെല്ലാം അഭിമുഖീകരിച്ച് കർത്താവിൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോട് നിൽക്കണമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്ന് സദാകാലവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നു. ഈ വചനം ഓരോ ദിവസവും നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തേലും നാളെ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ദൈവം നമ്മളെ എല്ലാം ഈ വചനത്താലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്